PMS അഥവാ പ്രീ മെൻസ്ട്രൽ സിൻഡ്രം പീരിയഡ്സിൻ്റെ ദിവസങ്ങളിലോ അതിന് ഒരാഴ്ച മുമ്പ് വരെയുള്ള സമയങ്ങൾ മുതൽ തോന്നുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള അസ്വസ്ഥതകളെ ചേർത്തിട്ടാണ് നമ്മൾ പൊതുവെ PMS എന്ന് പറയുന്നത്. ഇതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസ്, അതായത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിൽ പെടുന്ന കാര്യങ്ങളാണ് ബ്രസ്റ്റ് ടെൻഡർനെസ്, ബ്ലോട്ടിംഗ്, ഹെഡേക്സ്, ഫെറ്റിഗ്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, അതായത് കോൺസ്റ്റിപ്പേഷൻ ആവാം, ഡയറി ഉണ്ടാവാം. അതുപോലെ ഇമോഷണൽ പ്രോബ്ലംസ്, മൂഡ് സ്വിങ്സ്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, ഇറിറ്റബിലിറ്റി ഉണ്ടാവാം, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഫുഡ് ക്രേവിങ്സ്, സ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ്സ്, ചോക്ലേറ്റ്സ്, സ്വീറ്റ്, ഷുഗറി ഫുഡിനോടുള്ള ക്രേവിങ്സ് കൂടുതലായിരിക്കാം. ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേറ്റിംഗ്, ചില കാര്യങ്ങളിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, എസ്പെഷ്യലി പീരീഡ്സിൻ്റെ ദിവസങ്ങളിലും അതിന് മുമ്പ് 3-4 ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് വരെയുള്ള ദിവസങ്ങളിലും ഇത്തരം അസ്വസ്ഥതകൾ നിലനിൽക്കാം. എന്താണ് PMSനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, അതായത് ശരീരത്തിലുണ്ടാവുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ മുതലായ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂഡ് സ്വിങ്സിനും അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്കും കാരണമാവാറുണ്ട്. അടുത്തതായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ ചേഞ്ചസ്, നമ്മുടെ ബോഡിയിൽ സന്തോഷം നിലനിർത്തുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സിറട്ടോണിൻ മുതലായ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ ഉണ്ടാവുന്ന അതിൻ്റെ അളവിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ PMSനെ ഒരു പരിധിവരെ ബാധിക്കാം. ഡയറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന കഫീൻ, അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ആൽക്കഹോൾ കണ്ടന്റ്, ഇതൊക്കെ PMSൻ്റെ കണ്ടീഷൻ കൂടുതൽ സിവിയർ ആവാൻ ഉള്ള കാരണങ്ങളാണ്. അതുപോലെ ഉറക്കക്കുറവ്, നമ്മുടെ മാനസികമായി ഉള്ള നമ്മുടെ സ്ട്രെസ്സ്, അതുപോലെ വ്യായാമം ഒട്ടുമില്ലാത്ത തരത്തിലുള്ള സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഒക്കെ PMSന് ഒരു കാരണമാണ്. ഒരു പരിധിവരെ ഈ പ്രീമെൻസ്ട്രൽ സിംറ്റം എല്ലാ സ്ത്രീകളിലും പ്രകടമാണെങ്കിലും അത് പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിനെ, സ്പെഷ്യലി ഫാമിലി ലൈഫ്, വർക്ക് ലൈഫ് ബാലൻസ്, റിലേഷൻഷിപ്പ്, ഇതിനെയൊക്കെ സിവിയറായി ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കടക്കുമ്പോഴാണ് അത് ഒരു മെഡിക്കൽ കണ്ടീഷനായിട്ട് മാറുന്നത്, അതായത് പ്രീമെൻസ്ട്രൽ ഡൈസ്ഫോറിക് ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ഈ അവസ്ഥയിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും അവിടെ മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഇത്. സോ നമുക്ക് എങ്ങനെ PMSനെ എങ്ങനെ സക്സസ്ഫുള്ളായി മാനേജ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചില ചേഞ്ചസ്, ഫോർ എക്സാമ്പിൾ റെഗുലർ എക്സസൈസസ്, അത് അവരവരുടെ കൺവീനിയൻസിനനുസരിച്ച് യോഗയാവാം, വാക്കിംഗ് ആവാം, ഡാൻസിങ് ആവാം. ബോഡിയെ മാക്സിമം മൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഫിസിക്കലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, ഫിസിക്കലായിട്ടുള്ള അസ്വസ്ഥതകളെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. നെക്സ്റ്റ്, ആവശ്യത്തിനുള്ള ഉറക്കം. ഒരു 7 to 9 hours ഉറക്കം റെഗുലറായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സഫിഷ്യൻ്റ് ആയ ഉറക്കം മൂഡ് സ്വിങ്സും പീരീഡ്സുമായി ബന്ധപ്പെട്ട ക്ഷീണവും ഒരു വലിയ പരിധിവരെ
മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അടുത്തത് സ്ട്രെസ്സ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഈ സമയത്തുണ്ടാകുന്ന അതിന് കാരണമാകുന്ന സ്ട്രെസ്സ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്ന് നോക്കാം. പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോട് കൂടിയ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസസ്, ഹീലിംഗ് മെത്തേഡ്സ്, ഇതെല്ലാം നമ്മുടെ ആങ്സൈറ്റിയും ഇറിറ്റബിലിറ്റിയും കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹോബിയിൽ എൻഗേജ്ഡ് ആവുന്നതും വളരെ ഹെൽപ്ഫുള്ളാണ്. സ്പെഷ്യലി പെയിൻറ്റിങ്, റീഡിങ് മുതലായ കാര്യങ്ങളെ നമ്മുടെ ഇമോഷണൽ ബേൺ ഔട്ടിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഡയറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം എന്ന് നോക്കാം. ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കൺസംഷൻ കൂട്ടുക. അതായത് വോൾ ഗ്രെയിൻ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് മുതലായവ കൂട്ടുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കഫീൻ ആൻഡ് ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ബിക്കോസ് കഫീൻ നമ്മുടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് ക്വാളിറ്റി സ്ലീപ്പിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും. അതുവഴി മൂഡ് സ്വിങ്സും ഇറിറ്റബിലിറ്റിയും കൂടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കഫീൻ, ആൽക്കഹോൾ മുതലായവ മാക്സിമം കുറയ്ക്കുക. നെക്സ്റ്റ് ഈസ് ഹൈഡ്രേഷൻ. ശരീരത്തിൽ ആവശ്യത്തിന് ഉള്ള വെള്ളം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ബിക്കോസ് ഡീഹൈഡ്രേഷൻ കാരണമുള്ള ഹെഡേക്ക് വരാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഉപ്പിൻ്റെ അളവ്. സോൾട്ട് ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക. പീരീഡ്സിൻ്റെ സമയത്തും അതിന് മുമ്പുള്ള ദിവസങ്ങളിലും പലപ്പോഴും നമ്മുടെ ശരീരം ഒരു നീര് വന്നതുപോലെ മൊത്തത്തിലൊരു സ്വെല്ലിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ പലർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ആ വാട്ടർ റിട്ടൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോൾട്ടിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക. അതുപോലെ തന്നെ മഗ്നീഷ്യം, കാൽഷ്യം മുതലായവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. അതായത് നട്ട്സ്, സീഡ്സ്, പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ മുതലായവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് മൂലം മഗ്നീഷ്യം, കാൽഷ്യം മുതലായവ നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. അത് നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന മസിൽ ക്രാംസ്, മൂഡ് സ്വിങ്സ് ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും ചിലപ്പോൾ ലഭിക്കാതെ വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ സപ്ലിമെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒമേഗ 3, വൈറ്റമിൻ B6 ആൻഡ് ഈവനിങ് പ്രൈം റോസ് ഓയിൽ മുതലായ സപ്ലിമെൻറ്റ്സ് PMSുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് നമ്മുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യം. അതിനുവേണ്ടി ഹോബികൾ ഡെവലപ്പ് ചെയ്യാം. പ്രത്യേകിച്ചും ഈ കൂടുതൽ മൂഡ് സ്വിങ്സും ഇറിറ്റബിലിറ്റിയും ഉണ്ടാവുന്ന ആ ദിവസങ്ങളിൽ കൂടുതൽ അതിലേക്ക് എൻഗേജ്ഡ് ആവുകയും അതിലേക്ക് കുറച്ച് സമയം കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ അതുവഴി നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ ചാനലൈസ് ചെയ്ത് പോസിറ്റീവായ രീതിയിൽ, സ്പെഷ്യലി ഫോർ എക്സാമ്പിൾ പെയിൻറ്റിങ്, അതുപോലെ റൈറ്റിംഗ്, ഡാൻസിങ് മുതലായ കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വഴി ആ ഒരു ഇമോഷണൽ ബേൺ ഔട്ട് കുറയ്ക്കാനും അതിനെ ഒരു പോസിറ്റീവായ രീതിയിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനും സാധിക്കും. And the last and most important thing is medical support. എപ്പോഴെങ്കിലും PMS നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ വളരെ സീരിയസ് ആയി ബാധിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ, അത് റിലേഷൻഷിപ്പിനെയോ കുടുംബ ബന്ധത്തെയോ വർക്ക് ലൈഫ് ബാലൻസിനെയോ നിങ്ങളുടെ തൊഴിലിടങ്ങളിലോ ഒക്കെ ഇത് ഒരു നെഗറ്റീവായി നിങ്ങളുടെ
നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു എന്ന് തോന്നിയാൽ തീർച്ചയായും അവിടെ ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട്. തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷനോടുകൂടി ഹോർമോൺ തെറാപ്പി വഴി പൂർണ്ണമായും PMS കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. സോ ടേക്ക് കെയർ ഓഫ് യുവർ health, take care of your body and mind.